ഗ്രാൻഡ് എപ്പിസോഡ് ഓഫ് പച്ചമച്ചീസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നമ്മ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് പച്ചമച്ചീസ്. ഇവർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പഞ്ചപാവങ്ങളൊന്നുമല്ല, മറിച്ച് നല്ല പഞ്ചുള്ള പവറുള്ള അച്ചമച്ചിമാരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. പഞ്ച് 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 പച്ചമച്ചീസ്. നമുക്കിനി ഓരോ അമ്മച്ചിമാരെ പരിചയപ്പെട്ടാലോ? ആദ്യമായി പാചകകലയിൽ മിസസ് എം മാത്യുവിനെ പോലും വെല്ലുന്ന കൈപുണ്യമാണ് എന്ന് സ്വന്തമായി അഹങ്കരിക്കുകയും സ്വന്തം പിറന്നാളിന് പായസത്തിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ചേർത്ത് അച്ചായന്റെ കയ്യടിക്ക് പകരം കയ്യിൽ നിന്ന് അടി വാങ്ങിയ തൃശ്ശൂരിൽ നിന്ന് വന്ന ഏലിയാമ്മ. സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യ റായിയെ പോലും വെല്ലുന്ന സൗന്ദര്യം തനിക്ക് മാത്രമാണെന്ന് അഹങ്കാരം മൂത്ത് മിസസ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ച് വെളുക്കാൻ വേണ്ടി കാശ് ചിലവാക്കി കുടുംബം വെളുപ്പിച്ച കോട്ടയത്ത് നിന്നും വന്ന സുസ്മിതാമ്മ. അടുത്തതായി കണ്ടതും കേട്ടതും എല്ലാം റീൽസിലൊതുക്കി വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ നാട്ടുകാരെ കാണിക്കുകയും അതും പോരാഞ്ഞ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി വൈറലാക്കാനും ശ്രമിക്കുന്ന പാലായിൽ നിന്ന് വന്ന റീൽസ് വള്ളി ചുണക്കുട്ടി മേരി ആൻ. മേരി ആവോ സുനോ. അടുത്തതായി വന്ന അമ്മച്ചി ആരാണെന്നറിയാമോ? കായിക രംഗത്ത് സ്വർണവും വെള്ളിയും വെങ്കലവും അവസാനം മംഗലവും വാങ്ങിച്ച് നമ്മുടെ രാജ്യത്തിന് അഭിമാനമായി തീർന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴ തെറ്റിപ്പോയ എറണാകുളത്ത് നിന്നും വന്ന ഉഷാറാണി. നാളെയുടെ വരദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ PhD എടുത്ത ആളാണ് ഈ അമ്മച്ചി. നിങ്ങൾക്ക് വേണമെങ്കിൽ സമീപിക്കാം, വെറുതെ അല്ല കേട്ടോ, ഫീസ് ഉണ്ടേ. സ്വന്തം കുഞ്ഞുങ്ങളെയും പേരക്കുട്ടികളെയും നോക്കി സ്വന്തമായി അംഗനവാടി തുടങ്ങി ആ അംഗനവാടിയിൽ നോക്കി അതിനടുത്ത് സ്ഥിരതാമസമാക്കിയ കാസർഗോഡ് നിന്നും വന്ന ത്രേസ്യാമ്മ. അമ്മേ
ജീവിതത്തിൽ നേരിട്ട എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇവർ നമ്മളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. പക്ഷേ ഈ അമ്മച്ചിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ പാട്ടിലൂടെ മാത്രമേ നമുക്ക് ഉത്തരം നൽകുകയുള്ളൂ. ഇവരോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ആദ്യത്തെ ചോദ്യം ഇവരുടെ കൗമാരപ്രായത്തെ കുറിച്ചാണ്. കൗമാരപ്രായത്തിൽ പലർക്കും പ്രണയം ഉണ്ടായിരുന്നിരിക്കും. അമ്മച്ചിമാരെ, നിങ്ങളുടെ പ്രണയ സങ്കല്പങ്ങൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ആ പ്രണയം പൂത്തു വളർന്നു. ആ പ്രണയം ഇന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത ചോദ്യമായാലോ? നിങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യ നാളുകളെ കുറിച്ച് അപ്പച്ചന്മാരുടെ അഭിപ്രായം എന്തായിരുന്നു? ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്ത് മനസ്സിന്റെ പാതി പതുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ? മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടി തന്നു. പെണ്ണേ ഞാൻ വിടില്ല, ഒന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ. അടുത്ത ചോദ്യമായാലോ? ഈ അമ്മച്ചിമാരുടെ, ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ഒരു ചോദ്യമായാലോ? അടുത്തത്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആഹാ, നിങ്ങളുടെ ഭർത്താക്കന്മാർ കേമന്മാരാണല്ലോ. അധികം പരിക്കുകളൊന്നുമില്ലാതെ വീട്ടിൽ കയറാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തൊരു പ്രധാന ചോദ്യമാണ്, നമ്മുടെ സുന്ദരനും സുശീലനും സുമുഖനുമായ കലാകേന്ദ്രം പ്രസിഡന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയൊക്കെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ട്രീറ്റ് പ്രതീക്ഷിക്കാമല്ലേ സർ? ഇനി അവസാന ഒരു ചോദ്യം കൂടി. എന്താണ് ഈ അമ്മച്ചിമാർക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്? അമ്മച്ചിമാർ ഇന്നത്തെ ട്രെൻഡ് സോങ്ങിനൊപ്പം ചുവട് വയ്ക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ? ഈ വർഷത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം www.kerala കലാകേന്ദ്രം മറുകാവ്.
ഞങ്ങളെ അറിയിക്കേണ്ട ഫോൺ നമ്പർ, വാട്സ്ആപ്പ് നമ്പർ 2233555466. This is Anama.